നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത്ര എത്തിയിട്ടാണോ ക്രിസ്മസ് വീഡിയോ ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ, ഇച്ചിരി തിരക്കായിപ്പോയി. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മളുടെ ക്രിസ്മസ് കരോളിന് പോയ കഥയാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾക്കിവിടെ ഒരു ചെറിയ കരോളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതിന് പോയ ഒരു ഗ്ലിംസാണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ കുഞ്ചു, നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം കുഞ്ചു നാട്ടിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതേ അവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിരുന്നു. നമ്മൾ കുഞ്ഞ് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെയാണ് ചെയ്തേക്കുന്നത്. കുഞ്ഞൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള. ഇപ്രാവശ്യം നമ്മൾ ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനൊന്നും പോകാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ കുഞ്ചുവിൻ്റെയും കുഞ്ഞിയുടെയും ഒക്കെ സപ്പോർട്ട് കൂടി ഉയർത്തിക്കൊണ്ട് വന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. പിന്നെന്താണ്, പറപ്പിൽ നിന്ന് പെറുക്കിയ പൈൻ കോൺസും ഒക്കെ പെറുക്കി വെച്ചുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻ. ഈ പ്രാവശ്യത്തെ റെഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇങ്ങോട്ടാക്കി. അപ്പോൾ നമ്മളുടെ എല്ലാ പേഴ്സണലൈസ്ഡ് തീംസ് എല്ലാം ഇതിൻ്റെ അകത്താണ് വന്നേക്കുന്നത്. അപ്പം ദാറ്റ്സ് ഇറ്റ്, എ സ്മോൾ അറേഞ്ച്മെൻറ്റ്. നമ്മുടെ ഇതുപോലെ ചർച്ചിൻ്റെ ഫാമിലി യൂണിറ്റിൽ ഇതുപോലെ 20 ഫാമിലീസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രം ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അന്നേരം ഒരു കുഞ്ഞിയെല്ലാം കൊട്ടിക്കളിക്കുക. ഇത് കുഞ്ഞും കുഞ്ചും കൂടെ നോക്കി രണ്ടുപേരുടെ കാണാതിരുന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹവും, പിന്നെ അതുപോലെ ഈഗർലി വെയിറ്റിംഗ് ഫോർ കാരൽ ടു അറൈവ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഞ്ചുവിന് ക്ഷമയില്ല, അവരൊന്ന് പെട്ടെന്ന് വന്നാൽ മതി എന്നായി. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞി ആദ്യം കണ്ടപ്പോൾ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ണീഷോ പോയി. ഇത് ക്രിസ്മസിനൊക്കെ ഒത്തിരി നേരത്തെയാണ് കേട്ടോ, നവംബറിൽ തന്നെയുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ വീട് വഴി പോയി. പത്ത് മിനിറ്റേക്കുള്ള വീഡിയോ ഉള്ളൂ. കാര്യം എനിക്ക് ഇന്ന് ഇതില്ല. ചെറിയൊരു വെയിൽ തുടങ്ങിയ സമയമായിരുന്നു. അതുപോലെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ നമ്മൾ 1 by 1 വീടുകളിലൊക്കെ കയറി അങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ട് പാട്ടും പാടി നടക്കുമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് വീടുകളായതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. പിന്നീട് ആൾക്കാർ കൂടി വരുമായിരുന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞിയുടെ പേഷ്യൻസൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങി. സൗണ്ട് കേൾക്കുമ്പോഴേക്ക് അരച്ചനും ബഹളം ഒക്കെ ആയി.
നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുക അല്ലേ കുഞ്ഞി? എല്ലാ വീട്ടിലും പോയി കുഞ്ഞി ടയേർഡായോ? ടയേർഡായോ? ഓ, ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. കുഞ്ഞ് കിടന്നുറങ്ങുന്നു. കുഞ്ഞി അമ്മയും കൂടെ റെസ്റ്റ് എടുക്കുക. കുഞ്ഞ് വണ്ടിയിലിരുന്ന് ഉറക്കമൊക്കെ ഉറങ്ങി കുഞ്ഞിയുടെ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ ഇത് രാത്രി എത്ര 8 മണി 9 മണി അങ്ങനെയൊക്കെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം ഏതാണ്ട് 7 വീടോ ഏതാണ്ട് കയറിയിട്ടുള്ളൂ. അപ്പോൾ അപ്പയ്ക്ക് ജോലിയുണ്ട്, അപ്പം അതുകൊണ്ട് ഉറങ്ങാൻ പോയി. സമയം ഇവിടെ 3:30. കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണല്ലേ കുഞ്ഞി? ഈ പറയുന്നതുകൊണ്ടൊന്നുമില്ല, ഇവള് ഭയങ്കര പഴക്കമായിരുന്നു. ഓരോ വീട്ടിൽ ഡ്രമ്മിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അപ്പം കരച്ചിൽ തുടങ്ങുമായിരുന്നു. ഇപ്പം ഭയങ്കര ചിരിച്ചിരിക്കുന്നെങ്കിലും ആള് ഭയങ്കര പോക്കിരിയായിരുന്നു അല്ല കുഞ്ഞി? കഴിഞ്ഞ വർഷം ഇത് തന്നെ ബേബിയുടെ 2nd ക്രിസ്മസ് ആണല്ലേ കുഞ്ഞിപ്പെണ്ണ്? കുഞ്ഞു ബേബി ആയിരുന്നപ്പം എത്ര മാസം ഉള്ളപ്പോഴാണ്? 3 months ഉള്ളപ്പോൾ ഫസ്റ്റ് ബേബി 3 months ആയിരുന്നപ്പോൾ ബേബിയുടെ ഫസ്റ്റും, അത് കഴിഞ്ഞ് 1 year ആയപ്പോൾ ബേബിയുടെ 2nd. എന്നാ പിന്നെ നമ്മള് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ കാണാം അല്ലേ? അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ പറയട്ടെ. 2 പേര് റെസ്റ്റിംഗ് ഫേസിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. വികൃതി കാണിക്കാതെ.